നോമിന്റെ ശാന്തി സമാധാനത്തിന് വേണ്ടിയുള്ള അലച്ചിൽ നിന്നത് ഒരു മഹർഷിയുടെ മുന്നിലായിരുന്നു. കഞ്ചാവ് വലിച്ചല്ലേ? ഇതൊക്കെ വലിച്ചിട്ട് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് അകത്തോട്ട് കയറുന്നത്. അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല വത്സേ. നോം ഇന്നു മുതൽ പരസ്ത്രീ ബന്ധമൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയും നാള് നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നല്ലേ? മഹർഷി പറഞ്ഞു എന്റെ ആയുർരേഖയും ഭൂമത്തിരയും കൂടെ പെടഞ്ഞു കിടക്കുകയാണെന്ന്. ജൂപ്പിറ്ററിന്റെ ആൾക്കാരൻ നല്ല രീതിയിലുണ്ട്. ജൂപ്പിറ്റർ മഴ നനഞ്ഞു ചന്ദ്രൻ നോക്കി ഓം പട്ടായ. ജൂപ്പിറ്റർ മഴ നനയാൻ ചന്ദ്രനെ നോക്കിയിരിക്കാം. പക്ഷെ ഈ പട്ടായ എവിടുന്ന് വന്ന്? ഈ പാട്ട് ഇവർക്ക് പറയാവോ? മന്ത്രങ്ങളെ അപമാനിക്കരുത്, ദൈവകോപം ഉണ്ടാവും. കള്ളം പറയരുത്, ഭാര്യാകോപം ഉണ്ടാവും. നടുവിന്റെ വിജാഗിരി പോവേ. അല്ലെ എന്തുവാ ഉദ്ദേശം? വേറെ പെണ്ണുങ്ങളോടെ പോവാൻ വല്ലോ ആണോ? എവിടെ പോയാലും ഞാനും വരും. വത്സയ്ക്ക് വലിയ കാറ് വേണം, വലിയ ഫ്ലാറ്റ് വേണം, ഫിൻലാൻഡിൽ പോകണം, മേക്കപ്പ് വേണം. എന്തിന്? ആഴ്ച 2 പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? ഇതൊന്നും ഈ സന്യാസ ജീവിതത്തിൽ പറ്റത്തില്ല. എന്നെ കളഞ്ഞിട്ട് പോവാണ് സോഹ. കളഞ്ഞിട്ട് പോവാതെ മനുഷ്യൻ ആകെ സാറിനെ ഉള്ളത്. അതിനൊക്കെ ഫോൺ ലോണ്, അതിന്റെ കൂടെ നിന്റെ അലസ കുറിച്ച് മേക്കും മറ്റതൊക്കെ. എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഈ മണ്ണ് തിന്നായാലും ജീവിച്ചോളാം. ആണോ? എങ്കിൽ പിന്നെ ജീവിച്ചോ. അയ്യോ ഇവിടെ അച്ഛൻ അങ്ങനാണെങ്കിൽ ലവക്ക് അതുകൊണ്ട് മറ്റവർക്ക് ഇതൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കൂ? ഇല്ല. അപ്പം സന്യാസ ജീവിതം വിടാല്ലേ? ആ വിട്ടോ. വിട്ട സ്ഥിതിക്ക് ചെറിയ വ്യായാമം ആയാലോ? ഓ എന്റെ ശരീരത്തെ തൊടരുത് ഗുളിക. എന്തിന്റെ പ്രഷറിന്റെ ഗുളിക? ഓ സ്ത്രീ അമ്മയാണ്, അമ്മ ദൈവമാണ്, അവൾ സുന്ദരിയായിരിക്കണം. അവക്ക് വേണ്ടുന്ന മേക്കപ്പ് ഇട്ടെല്ലാം കൊണ്ടുവാ. ഓ ഗുളിക. ദൈവമേ, ഞാൻ മണിത്താഴ് പിടിച്ചപ്പോൾ ഇവർ കാന്താര കയറി പിടിച്ച. ഇങ്ങോട്ട് വാ. ഇത് പ്രഷറിന്റെ ഗുളിക അല്ല, ഭ്രാന്തിന്റെ ഗുളിക.